ഭൂമിയിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടി വരെ കീഴടക്കിയ മനുഷ്യന് ഇതുവരെ കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു പർവ്വതമുണ്ട് ഭൂമിയിൽ. ഇന്നുവരെ ഒരു മനുഷ്യന്റെ മുന്നിലും തലകുണിച്ചിട്ടല്ലെന്ന ഖ്യാതിയുള്ള കൈലാസ പർവ്വതത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് 123 ഫാക്ട്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. ഒരേ സമയം വിശ്വാസവും ശാസ്ത്രവും ചരിത്രവുമൊക്കെയായി മനുഷ്യനെ ഇന്നും അത്ഭുതപ്പെടുത്തുകയും നിഗൂഢ സങ്കല്പങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് കൈലാസ പർവ്വതം. വിശ്വാസികൾക്ക് അത് ആത്മീയതയുടെ അവസാന വാക്കാണെങ്കിൽ, ശാസ്ത്രജ്ഞർക്കും പരിവേഷകർക്കും ഗവേഷകന്മാർക്കുമൊക്കെ ഇന്നും കീഴടക്കാൻ കഴിയാത്ത കൊടുമുടിയും രഹസ്യങ്ങളടങ്ങുന്ന നിഗൂഢതകളുടെ ഇടവും കൂടിയാണിത്. ഹിമാലയ പർവ്വതത്തിന്റെ ടിബറ്റിലേക്ക് നീണ്ടുകിടക്കുന്ന ഭാഗമാണ് കൈലാസ പർവ്വതം. ഡൽഹിയിൽ നിന്ന് 865 കിലോമീറ്റർ അകലെ, സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 6690 മീറ്റർ ഉയരത്തിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ നീളം കൂടിയ നദികളായ സത്ലജ്, ബ്രഹ്മപുത്ര, കർണാലി തുടങ്ങിയവയുടെ ഉത്ഭവസ്ഥാനത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതം ലോകത്തിന്റെ കേന്ദ്രമായി വിശ്വാസികൾ വിശ്വസിക്കപ്പെടുന്നു. ഇത് ദേവന്മാരുടെ ഭവനമായി കണക്കാക്കപ്പെടുന്ന ഇവിടം ബുദ്ധ, ബോൺ, ഹിന്ദു, ജൈന മതങ്ങളുടെ പുണ്യസ്ഥലവും നൂറ്റാണ്ടുകളായി ഒരു തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്. ഹിന്ദുമതത്തിൽ കൈലാസ പർവ്വതം ഹിന്ദു ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവന്മാരിൽ ഒരാളായ ശിവന്റെ ഭവനമാണെന്നും ഈ പർവ്വതത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്നത് ശിവനോട് അടുപ്പിക്കുമെന്നും മോക്ഷം നേടാൻ സഹായിക്കുമെന്നും വിശ്വസിക്കുന്നു. പരമോന്നതമായ ആനന്ദത്തെ പ്രതിനിധീകരിക്കുന്ന ബുദ്ധ ഡംഷോക്കിന്റെ ഭവനമാണ് കൈലാസ പർവ്വതമെന്ന് ബുദ്ധമതക്കാർ വിശ്വസിക്കുന്നു. ഋഷഭദേവന്റെ തപസ്യ അല്ലെങ്കിൽ തീവ്രമായ ധ്യാനത്തിന്റെ സ്ഥലമാണ് കൈലാസ പർവ്വതമെന്ന് ജൈനമതവും തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതകളിലൊന്നായ ഷെൻല ഒക്കറിന്റെ ഭവനമാണ് കൈലാസ പർവ്വതമെന്നും ടിബറ്റിലെ ബോൺ മതക്കാരും വിശ്വസിക്കുന്നു. വിശ്വാസത്തിന് വളരെ പ്രാധാന്യമുള്ളതിനാൽ എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് കൈലാസത്തിലെത്തുന്നത്. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ഈ തീർത്ഥാടനം ആരംഭിച്ചതായി കണക്കാക്കുന്നു. എന്നാൽ മറ്റേത് പർവ്വതത്തെയും പോലെ കൈലാസ പർവ്വതത്തിന്റെ മുകളിൽ ആർക്കും എത്തിച്ചേരാൻ കഴിയില്ല എന്നൊരു വസ്തുതയും ഉണ്ട്. അത് ശാസ്ത്രത്തെയും മുഴുവൻ പർവ്വതാരോഹകരെയും ഒരുപോലെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. കൈലാസ പർവ്വതത്തെക്കുറിച്ചുള്ള അത്തരം രസകരവും അതുപോലെ ഉത്തരം കിട്ടാത്ത തരത്തിലെ വസ്തുതകളുമാണ് ഇനി പറയാൻ പോകുന്നത്. ഏകദേശം 29,000 അടി ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി കയറാൻ സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കൈലാസ പർവ്വതം കയറാൻ നേരിട്ടുള്ള മാർഗമില്ല. ചുറ്റും കുത്തനെയുള്ള പാറകളും മഞ്ഞുമലകളുമാണ്. അത്തരം ബുദ്ധിമുട്ടുള്ള പാറകൾ കയറുമ്പോൾ ഏറ്റവും വലിയ കയറ്റക്കാർ പോലും ബുദ്ധിമുട്ടുന്നുണ്ട്. പർവ്വതത്തിന്റെ അടിത്തട്ടിലേക്ക് നയിക്കുന്ന കുറച്ച് റൂട്ടുകൾ മാത്രമേ ഉള്ളൂ. മുകളിലേക്ക് പോകുന്ന വഴികൾ കുറവാണ്. മറ്റ് പർവ്വതങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറവായിട്ട് കൂടിയും ആളുകൾ കയറുമ്പോൾ കൈലാസത്തിൽ ഓക്സിജന്റെ അളവ് ആവശ്യത്തിനുണ്ട്. എന്നിട്ട് കൂടിയും ഇതുവരെ ഒരു മനുഷ്യനും കൈലാസ പർവ്വതത്തിന്റെ നെറുകയിൽ കയറിയിട്ടില്ല. ചില ആളുകൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ശക്തമായ കാറ്റോ മറ്റ് തടസ്സങ്ങളോ അവരെ എപ്പോഴും പിന്തിരിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചില അമാനുഷിക ശക്തികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വാസികൾ പറയുന്നു. കൈലാസ പർവ്വതത്തിന്റെ മുകളിലേക്കുള്ള യാത്രക്കിടയിൽ ശരീരത്തിന്റെ രോമങ്ങളും നഖങ്ങളും വെറും 2 ദിവസത്തിനുള്ളിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ വളരുന്ന അത്രയും വളരുന്നുവെന്ന് പറയപ്പെടുന്നു. കയറ്റക്കാരുടെ ശരീരം പെട്ടെന്ന് വാടി തുടങ്ങുകയും മുഖത്ത് വാർദ്ധക്യമുണ്ടാവുകയും ചെയ്യുമെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം വസ്തുതാപരമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. 1999 റഷ്യൻ ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം ടിബറ്റിലെത്തി 1 മാസത്തോളം കൈലാസ പർവ്വതത്തെക്കുറിച്ച് ഗവേഷണം നടത്തുകയുണ്ടായി. ഈ പർവ്വതത്തിന്റെ ത്രികോണാകൃതിയുള്ള കൊടുമുടി സ്വാഭാവികമല്ലെന്നും മഞ്ഞ് മൂടിയ പിരമിഡാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ഇക്കാരണത്താൽ കൈലാസ പർവ്വതം ശിവ പിരമിഡെന്നും അറിയപ്പെടുന്നു. അതിനാൽ തന്നെ കൈലാസത്തിൽ കയറാൻ പുറപ്പെടുന്നവർ ഒന്നുകിൽ മരണപ്പെടുന്നു അല്ലെങ്കിൽ കയറാതെ മടങ്ങുന്നു എന്നാണ് പറയുന്നത്. 2001 ഒരു പാരീസ് സംഘത്തിന് അനുവാദം നൽകിയെങ്കിലും അവർ പരാജയപ്പെട്ടു. 2007 റഷ്യൻ പർവ്വതാരോഹകനായ സെർജെ സിസ്റ്റിക്കോ കൈലാസ പർവ്വതം കയറാൻ തന്റെ സംഘത്തോടൊപ്പം പുറപ്പെടുകയുണ്ടായി. കുറച്ചു ദൂരം കയറിയപ്പോൾ തന്നെ അദ്ദേഹത്തിനും സംഘത്തിനും കടുത്ത തലവേദന അനുഭവപ്പെടാൻ തുടങ്ങി. അതിനുശേഷം അവരുടെ പാദങ്ങൾ, താടിയെല്ല്, പേശികൾ എന്നിവയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുവെന്നും തുടർന്ന് അവർക്ക് സംസാരിക്കാൻ കഴിയാതാവുകയും ചെയ്തുവെന്നും അവർ പറയുന്നു. ഈ പർവ്വതത്തിൽ കയറുന്നത് മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കിയ അവർ യാത്ര അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. പിന്നീട് ചൈനയുടെ നിർദ്ദേശപ്രകാരം അവരുടെ പർവ്വതാരോഹകരും കൈലാസ പർവ്വതം കയറാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ദൗത്യം വിജയിച്ചില്ലെന്ന് മാത്രമല്ല, തുടർന്ന് ചൈന അങ്ങോട്ടേക്കുള്ള പർവ്വതാരോഹണം നിരോധിക്കുകയും ചെയ്തു. എന്നാൽ കൈലാസ തീർത്ഥയാത്ര അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. യാത്ര പോകുന്നവർക്ക് മല ചുറ്റിവരാൻ 3 ദിവസവും മാനസരോവർ തടാകത്തെ ചുറ്റിവരാൻ 3 ദിവസവും വേണം.
ഹിന്ദു ബുദ്ധമതക്കാർ കൈലാസത്തെ ഇടത്തുനിന്ന് വലത്തോട്ട് ചുറ്റുമ്പോൾ ജൈനമതക്കാർ കൈലാസത്തെ വലതുവശത്ത് നിന്ന് ഇടത്തോട്ട് പ്രദക്ഷിണം വയ്ക്കുന്നു. ഏതാണ്ട് 52 കിലോമീറ്ററാണ് ഈ പ്രദക്ഷിണ വഴിയുടെ നീളം. കൈലാസപർവ്വതത്തെ ചുറ്റുന്നത് ഒരു ദിവസം കൊണ്ട് പൂർത്തിയാകണമെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഏതാണ്ട് 15 മണിക്കൂർ എടുക്കും ഈ യാത്രയ്ക്ക്. മഞ്ഞുറഞ്ഞ മലകളാൽ ചുറ്റപ്പെട്ട മാനസരോവർ തടാകം തണുപ്പ് കാലത്ത് ഉറഞ്ഞുകിടക്കുന്നത് മനോഹരമായ കാഴ്ചയാണ്. മഞ്ഞുരുകി 5 നദികളായിട്ടാണ് വെള്ളം മാനസരോവറിലെത്തുന്നത്. മാനസരോവറിനടുത്ത് രാക്ഷസ്ഥാൽ എന്ന ചെറിയ ഒരു തടാകമുണ്ട്. ഇവിടെ രാവണൻ തപസ് ചെയ്ത സ്ഥലവും ദുഷ്ടദേവതകളുടെ വാസസ്ഥലവുമാണെന്നാണ് വിശ്വാസം. അതിനാൽ തടാകത്തിലെ ജലം ആരും കുടിക്കാറില്ല. കൂടാതെ ഹൈന്ദവദേവനായ പരമശിവന്റെ ഭവനമാണ് കൈലാസപർവ്വതമെന്നും കൊടുമുടിയുടെ മുകളിലുള്ള കരിങ്കൽ പർവ്വതത്തിൽ മഞ്ഞ് വീണ് സ്വാഭാവികമായി രൂപപ്പെടുന്ന ഓം ചിഹ്നം ശിവന്റെ സാന്നിധ്യത്തിന്റെ മൂർത്തിഭാവമാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. റഷ്യൻ ശാസ്ത്രജ്ഞരുടെ ഒരു സിദ്ധാന്തമനുസരിച്ച് കൈലാസപർവ്വതം തികച്ചും സമമിതിയും ആകൃതിയും വലിപ്പമുള്ളതാണ്. ഈജിപ്തിലെ പിരമിഡുകളുമായി ഇതിന് സാമ്യമുണ്ടെന്ന് പല ശാസ്ത്രജ്ഞരും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രകൃതിദത്തമായി രൂപപ്പെട്ട ഒരു പർവ്വതം എത്രത്തോളം സമമിതി കാണിക്കുന്നു എന്നത് ശാസ്ത്രജ്ഞരെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. കൈലാസത്തെ കോസ്മിക് അച്ചുതണ്ട് ലോക ആക്സിസ് അഥവാ ലോകത്തിന്റെ കേന്ദ്രമായി വിശ്വാസികൾ കണക്കാക്കുന്നു. ഭൂമി സ്വർഗവുമായി സന്ധിക്കുന്ന ബിന്ദുവായി എന്ന് തന്നെ ഇത് പറയപ്പെടുന്നുണ്ട്. കൈലാസപർവ്വതം ഗോളത്തിന്റെ ഭ്രമണ അച്ചുതണ്ടാണെന്ന് നിരവധി ശാസ്ത്രജ്ഞർ നിഗമനം ചെയ്തിട്ടുണ്ട്. ശാസ്ത്രലോകം കൈലാസത്തെ വിളിക്കുന്നത് ആക്സിസ് മുണ്ടി എന്നാണ്. അതിനെ സാധൂകരിക്കുന്ന മറ്റൊരു തിയറിയായി പറയുന്നത് കൈലാസത്തിൽ നിന്ന് ഉത്തരധ്രുവത്തിലേക്കുള്ള ദൂരം 6666 കിലോമീറ്റർ ആണെന്നും കൈലാസത്തിൽ നിന്ന് സ്റ്റോൺഹെഞ്ച് എന്ന മറ്റൊരു പ്രതിഭാസത്തിലേക്ക് ദൂരം 6666 കിലോമീറ്റർ ആണെന്നും സ്റ്റോൺഹെഞ്ചിൽ നിന്ന് ഉത്തരധ്രുവത്തിലേക്ക് 6666 കിലോമീറ്റർ ദൂരമാണെന്നും പറയുന്നു. സാറ്റലൈറ്റ് പഠനങ്ങൾ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളാണിവ. അതിനാൽ തന്നെ കൈലാസപർവ്വതം കീഴടക്കാനെത്തുന്നവർക്ക് ദിശ തെറ്റിപ്പോകുന്നുണ്ടെന്നും പറയുന്നുണ്ട്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മനുഷ്യന് ഇപ്പോഴും കൈലാസത്തിലെത്താൻ കഴിയാത്തത് ദുഷ്പേര് തന്നെയാണ്. പക്ഷേ അപ്പോഴും ഭൂമിയും പ്രകൃതിയും വിചിത്രമാണ്. എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യന് പലതും ഇപ്പോഴും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇനിയും പലതും ബാക്കിയുണ്ടെന്നും ഓർമ്മപ്പെടുത്തുകയാണ് കൈലാസപർവ്വതം.